ഇന്നത്തെ വീടിൻ്റെ അണ്ടറ തന്നെ വക്ക് പൊട്ടിച്ച ചട്ടിയുള്ള ചിക്കൻ കറി കേട്ടോ. ഇമ്മതാ നല്ല പുതിയ ചട്ടീൻ്റെ വക്കൊക്കെ പൊട്ടിച്ച് കണ്ട് അതിലാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു സൈഡിൽ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. പിന്നെ നമ്മൾ കുറച്ച് നേരം തോണ്ടിയതിന് ശേഷം നേരെ അടുക്കളയിൽ പോയപ്പോൾ നല്ല മുളക് ബജിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. പിന്നെ താത്ത ഇങ്ങനെ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി നിസ്കരിച്ച് ഓതി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മുളക് ബജി ഉണ്ടാക്കൽ ഇതാ തുടങ്ങിയേക്കണേ. പിന്നെ ഓരോന്നായി നോക്കിയപ്പോൾ നല്ല ക്യാരറ്റ് ജ്യൂസും പത്തിരിയും വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പോൾ അതിനെന്താ നമ്മൾ മുളക് ബജിയും ഉരുളക്കിഴങ്ങ് ബജിയും ഉണ്ടാക്കൽ ഫുള്ളായിക്കണം. പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം നല്ല ജ്യൂസും മുളക് ബജിയും മയോണീസും അതേപോലെ പത്തിരിയും ചിക്കൻ കറി കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തുള്ള ബായ്. ഇന്നത്തെ വീടിൻ്റെ അണ്ടറ തന്നെ വക്ക് പൊട്ടിച്ച ചട്ടിയുള്ള ചിക്കൻ കറി കേട്ടോ. ഇമ്മതാ നല്ല പുതിയ ചട്ടീൻ്റെ വക്കൊക്കെ പൊട്ടിച്ച് കണ്ട് അതിലാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു സൈഡിൽ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. പിന്നെ നമ്മൾ കുറച്ച് നേരം തോണ്ടിയതിന് ശേഷം നേരെ അടുക്കളയിൽ പോയപ്പോൾ നല്ല മുളക് ബജിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. പിന്നെ താത്ത ഇങ്ങനെ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി നിസ്കരിച്ച് ഓതി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മുളക് ബജി ഉണ്ടാക്കൽ ഇതാ തുടങ്ങിയേക്കണേ. പിന്നെ ഓരോന്നായി നോക്കിയപ്പോൾ നല്ല ക്യാരറ്റ് ജ്യൂസും പത്തിരിയും വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പോൾ അതിനെന്താ നമ്മൾ മുളക് ബജിയും ഉരുളക്കിഴങ്ങ് ബജിയും ഉണ്ടാക്കൽ ഫുള്ളായിക്കണം. പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം നല്ല ജ്യൂസും മുളക് ബജിയും മയോണീസും അതേപോലെ പത്തിരിയും ചിക്കൻ കറി കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തുള്ള ബായ്.